ഹിൻഡൻബർഗ് രണ്ടാമത്തെ കുപ്പിയിൽ നിന്ന് ഭൂതത്തിനെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പിന്നാലെ മാധ്യമങ്ങളിൽ ഒരു പ്രധാന മലയാള മാധ്യമത്തിൽ വന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയുടെ അവസാനം എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് നമുക്ക് തുടരാം. അദാനിയെ നരേന്ദ്രമോദിയുടെ രാജ്യത്തെ സംവിധാനങ്ങളും വഴിവിട്ട് സഹായിക്കുന്നു എന്ന പ്രചാരണം ശക്തമാക്കാൻ രാഹുൽ ഗാന്ധിക്ക് റിപ്പോർട്ട് ആയുധമാകുകയാണ്. അപ്പോൾ അതായത് രാഹുൽ ഗാന്ധിക്ക് ഒരു പുതിയ ആയുധം കിട്ടിയിരിക്കുകയാണെന്നാണ് മലയാളത്തിലെ ഒരു മാധ്യമം പറഞ്ഞിരിക്കുന്നത്. ഇത് ജനൻ ടിവിയോ ജന്മഭൂമിയോ BJP അനുകൂല പത്രങ്ങളിലോ വന്നതല്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ വന്നതല്ല. മറ്റൊരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഈ വാർത്ത എഴുതിയപ്പോൾ അതിൻ്റെ അവസാനം അവർ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ ഒരു റിപ്പോർട്ട് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ആയുധമാവുകയാണ് എന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ ആയുധം കൊടുത്തത് ഹിൻഡൻബർഗ് ആണ്. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് നോക്കാം. ഇന്നലെ ഹിൻഡൻബർഗ് കമ്പനി വലിയ എന്തോ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു ട്വീറ്റ് ഇട്ടിട്ട് എന്തോ ഒരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അദാനിക്ക് പങ്കാളിത്തമുള്ള ചില കമ്പനികളിൽ അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നിഴൽ കമ്പനികളിൽ ഈ സെബിയുടെ ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിന് നിക്ഷേപമുണ്ടായിരുന്നു എന്നാണ് ഹിൻഡൻബർഗിന്റെ പുതിയ റിപ്പോർട്ട്. എപ്പിടി ഇருக்கு? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയല്ലേ? ഹിൻഡൻബർഗിനെതിരായിട്ട് സെബി കൃത്യമായ ഒരു നിലപാടെടുത്തപ്പോൾ സെബിയുടെ ചെയർപേഴ്സൺ തന്നെ അദാനിയുടെ ആളെന്ന് വരുത്തി തീർക്കാനുള്ള വെറും തരം താഴ്ന്ന കളിയാണ് സായിപ്പ് കളിക്കുന്നത്. അതായത് അദാനി ഗ്രൂപ്പിനെതിരെയും ഇന്ത്യക്കെതിരെയുമുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന വെറും 9 പേര് മാത്രം കൂടിയിരുന്ന് അടുപ്പുകൂട്ടി ചർച്ച നടത്തിയെടുക്കുന്ന ഈ റിപ്പോർട്ടും ആ കമ്പനിയും. അപ്പോൾ അതിനപ്പുറം ഇതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കേണ്ട കാര്യമില്ല. അർഹിക്കുന്ന പുച്ഛത്തോടെ ചവറ്റുകുട്ടയിലെറിയേണ്ടതാണ്. പക്ഷേ എങ്ങനെയാണ് ഇതിന് പ്രാധാന്യം കൈവരുന്നത് എന്ന് ചോദിച്ചാൽ ആഗോള തലത്തിൽ തന്നെ നിലനിൽക്കുന്ന വമ്പൻ ശൃംഖലകളുടെ കളികളാണത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് റിസർച്ച് കമ്പനിയെ ഉണ്ടാക്കുക. നോക്കൂ, ഞാനൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ ഒരു 8-9 പേർക്ക് അല്ലെങ്കിൽ 2 പേര് ചേർന്നാൽ ഡയറക്ടേഴ്സ് 2 പേരുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാം, അല്ലെങ്കിൽ ഒരു LLC ഇവിടെ നിങ്ങൾക്കും തുടങ്ങാം. ആ LLC നിങ്ങൾക്കും ഇതുപോലെ ഹിൻഡൻബർഗ് പോലെ ഈ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കമ്പനി തുടങ്ങുക. നിങ്ങളൊരു 5-6 പേര് ചേർന്ന് ഒരു ചെറിയ ഓഫീസ് ഇടുക. എന്നിട്ട് നിങ്ങൾ ഓരോ കമ്പനികൾക്കെതിരെയും ഇങ്ങനെ അതാണ് ആ കമ്പനി, ഇതാണ് ആ കമ്പനി എന്നും പറഞ്ഞുകൊണ്ട് കുറെ റിപ്പോർട്ടുകൾ അങ്ങോട്ട് ഉണ്ടാക്കുക. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആധികാരികത എന്താണ്, ഇത് സത്യമാണോ കള്ളമാണോ ഇല്ലയെന്നൊന്നും സ്വാഭാവികമായിട്ട് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ട് രാജ്യാന്തര തലത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന സമയത്ത് ആൾക്കാരെ നോക്കില്ല. ആ റിപ്പോർട്ട് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അവർ ആ കമ്പനിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കമ്പനിയിൽ നിന്നുള്ള ഷെയറുകൾ വിറ്റഴിക്കുകയോ പിൻവലിക്കുകയോ അല്ലെങ്കിൽ ഷെയർ വാങ്ങാൻ മടിക്കുകയോ ഒക്കെ ചെയ്യും. സ്വാഭാവികമാണത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ഗ്ലോബൽ ലെവലിലുള്ള ഒരു സപ്പോർട്ട് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അതിന്റെ പ്രധാന കാരണം സായിപ്പ് പറഞ്ഞാൽ മാത്രമേ എന്തും ആൾക്കാർ വിശ്വസിക്കൂ എന്നൊരു മനോഭാവം ആഗോളതലത്തിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെ സായിപ്പാകുമ്പോൾ അതിന്റെ വിശ്വാസ്യത കൂടും. കാരണം അമേരിക്ക വലിയ പവർ ആയതുകൊണ്ടും സമ്പന്ന രാജ്യമായതുകൊണ്ടും അമേരിക്ക പറയുന്നു അപ്പോൾ പിന്നെ ശരിയായിരിക്കും എന്നൊരു മനോഭാവമാണല്ലോ മനുഷ്യർക്ക് പൊതുവേ ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും അധികം കോടീശ്വരന്മാരുള്ള രാജ്യം അമേരിക്കയാണ്. അപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ട് അമേരിക്കയിൽ വരുമ്പോൾ ഈ കോടീശ്വരന്മാരും ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യൽ നിന്ന് ഇന്ത്യയിൽ ഷെയർ വാങ്ങുന്നതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുമെന്നുള്ള ഒരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു 8-9 പേര് ചേരുന്ന ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ഈ കമ്പനി എന്നിട്ട് അങ്ങോട്ട് ഇന്ത്യക്കെതിരായിട്ട് തുടരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിലൂടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ വളർച്ചയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ബിസിനസ്സുകാരിൽ ഒരാളെയാണ്, അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഏഷ്യയിലെ 2 വ്യക്തികളിൽ ഒരാളെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദാനിയെ ഇവർ ചൂസ് ചെയ്യുന്ന സമയത്ത് അദാനി ഏഷ്യയിലെ നമ്പർ 1 വേൾഡിലെ 3rd or 2nd പൊസിഷനിലുമായിരുന്നു. അപ്പോൾ ഇയാളെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ എന്ന മനോഭാവം തന്നെയാണ് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന്റെ പിന്നിൽ. ഹിൻഡൻബർഗ് ആദ്യം പറഞ്ഞത് ഊർജ കമ്പനികൾ വിദേശത്ത് നിന്ന് കൈപ്പറ്റിയ സേവനത്തിന്റെ ബില്ലുകൾ പെരുപ്പിച്ചു കാട്ടി വൻ തുക അദാനി കമ്പനികൾ വിദേശത്തേക്ക് കടത്തുന്നുവെന്നും ഇതേ തുക മൗറീഷ്യസ് ബെർമുഡ ഐലൻഡ് ആസ്ഥാനമായുള്ള ചില ബിനാമി കമ്പനികളിലൂടെ അദാനി കമ്പനിയിലേക്ക് തന്നെ തിരിച്ചെത്തിച്ച് കൂടുതൽ ഓഹരി വാങ്ങുന്നുവെന്നുമാണ്. ഈ ഒരു റിപ്പോർട്ടിനെ തുടർന്നാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നതും ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നും ഇതൊരു വലിയ ആഗോള തട്ടിപ്പിന്റെ ഭാഗമാണെന്നും ഇങ്ങനെ കമ്പനികളെ തകർത്ത് ഓഹരികൾ വിറ്റ് പണം ഉണ്ടാക്കുന്ന ഒരു വലിയ തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് സെബി സൂചിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ സെബി തന്നെ ഹിൻഡൻബർഗിനെതിരെ വന്നപ്പോൾ സെബിയുടെ ചെയർപേഴ്സണെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയ റിപ്പോർട്ടുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അതായത് മാധബിയെ നിയമിച്ചത് ആരുടെ പ്രേരണ കൊണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് രാഷ്ട്രീയമായിട്ട് ഇന്ത്യക്കകത്ത് ഉപയോഗിക്കാനായിട്ട്
ഒരു ആയുധം എന്ന നിലയിൽ ഒരു ആരോപണം ഉയർത്തിയിട്ട് കൊടുക്കുകയാണ്. അതിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷണം നടന്ന് കണ്ടെത്തി ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അത് സർക്കാരിന്റെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് അതിനെ വീണ്ടും വളച്ചൊടിക്കുകയാണ്. ഇപ്പോൾ സെബി എന്ത് ചെയ്യാണ്? അദാനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് വ്യക്തമാക്കിയതോടെ സെബി തന്നെ കുറ്റക്കാരാണ്, സെബിക്കും ഇതിൽ പങ്കുണ്ടെന്നായി ഈ പറയുന്ന ഹിൻഡൻബർഗിന്റെ കണ്ടെത്തൽ. അങ്ങനെയാണെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്ത് ആദ്യമേ പറയാത്തത്? ഈ പറയുന്ന ഇന്ത്യയിലെ സെബി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ചെയർപേഴ്സണും ഈ തട്ടിപ്പുകളിൽ പങ്കാളിയാണ്, അവർക്കും ഇതിൽ നിക്ഷേപമുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഹിൻഡൻബർഗ് ആദ്യമേ പറയാത്തത്? എങ്കിൽ അത് കുറെ കൂടി സെൻസേഷണൽ ന്യൂസ് ആവുമല്ലോ. അപ്പൊ അന്ന് അവരുടെ അജണ്ടയിൽ ഈ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആളില്ല, ഈ മാധബി എന്ന് പറയുന്ന ആളില്ല. സെബി ഹിൻഡൻബർഗിനെതിരായിട്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതോടെ ഹിൻഡൻബർഗിന്റെ വിശ്വാസ്യത ആഗോളതലത്തിൽ വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാളായിട്ട് സെബി ചെയർപേഴ്സൺ മാധബി പുരിബുച്ചിൻ മാറുന്നു. അങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹിൻഡൻബർഗ്. എന്ത് വിശ്വാസ്യതയാണ് ഇത്തരം വെള്ളക്കാരന്റെ സ്ഥാപനങ്ങൾക്കുള്ളത്? ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ബിസിനസ്സുകാരെ തകർക്കുക, ഇന്ത്യയിലെ സംരംഭങ്ങളെ തകർക്കുക എന്നതാണ്. ഒരു യുദ്ധം നടക്കുമ്പോൾ യുദ്ധഭൂമിയിൽ സേനാധിപൻ ഉണ്ടെങ്കിൽ ആ സേനാധിപനെ തന്നെ അങ്ങ് വധിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ള സൈനികരുടെ മനോബലം ആ നിമിഷം ചോർന്നു പോകും. ഇനി രാജാവ് നേരിട്ട് യുദ്ധത്തിന് വരികയാണെങ്കിൽ രാജാവിനെ തന്നെ ആദ്യമേ അങ്ങ് വധിച്ചു കഴിഞ്ഞാൽ മറ്റ് സൈനികർ ഭയന്ന് പിന്തിരിഞ്ഞോടും. അതുപോലെ ഇന്ത്യൻ എക്കണോമിയിൽ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളിൽ മുന്നിലുണ്ടായിരുന്ന അദാനി ഗ്രൂപ്പിനെ തന്നെ അടിച്ചു കഴിഞ്ഞാൽ പിന്നാലെയുള്ള ചെറിയ കമ്പനികളുടെ മേലും മറ്റുള്ള വിദേശത്ത് നിന്നടക്കം നിക്ഷേപങ്ങൾ ഇറക്കുന്ന ആളുകൾക്ക് സംശയം തോന്നും. അപ്പൊ ഇന്ത്യയിലെ കമ്പനികളെല്ലാം ഇങ്ങനെ പെരുപ്പിച്ചു കാണിക്കുകയാണോ ഓഹരി വിപണിയിലെ തട്ടിപ്പ് കാണിച്ചുകൊണ്ട്? അപ്പോൾ എന്ത് വിശ്വാസത്തിൽ ഇന്ത്യയിൽ ഓഹരികൾ വാങ്ങും, ഇന്ത്യൻ കമ്പനികളെ ട്രസ്റ്റ് ചെയ്യുമെന്നൊരു കാര്യം ഉയരും. ആഗോളതലത്തിൽ ഇന്ത്യൻ കമ്പനികളുടെ വിശ്വാസ്യത ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് മാറും. ഇതാണ് ഈ വെള്ളക്കാരന്റെ കാഞ്ഞ ബുദ്ധിയിൽ ഉദിച്ചിരിക്കുന്നത് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.